ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഫിഷ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, അതുപോലെ കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്യാം. അപ്പം നല്ല ഒരു ടേസ്റ്റ് കിട്ടും. മസാല മൊത്തം മീനിനകത്ത് നന്നായിട്ട് പിടിച്ചിരിക്കും. ഇത് സീല മീനാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു ½ ആൻ അവറായി. ഈ സമയം നമ്മൾ അടുപ്പത്ത് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ഓരോ മീനുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചാനലിൽ വേറെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫിഷ് ഫ്രൈയുടേത്. ഇതൊരു എളുപ്പത്തിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. പക്ഷേ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ വെന്തതിന് ശേഷം നമ്മൾ അതിനെ മാറ്റി മറിച്ചിട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മളെ മസാലകളൊന്നും പൊടിഞ്ഞിട്ടില്ല. നല്ലതുപോലെ നീറ്റായിട്ട് മസാല ആ മീനിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മീനൊക്കെ കോരി മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ ഫ്രൈ ആയി നല്ലതുപോലെ കരിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും കറിവേപ്പില നമ്മൾ അവസാനമായിട്ട് കുറച്ച് 2 മിനിറ്റിന് മുന്നേ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിനെയും ഫേസ്ബുക്ക് പേജിനെയും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഓരോ ബാച്ചായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റുക. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ മറക്കാതെ അറിയിക്കുക. അപ്പം നമുക്ക് ഇന്നൊരു റെസിപ്പിയിൽ കാണാം. താങ്ക്